നമസ്തേ. ഏകദേശം 10-20 മണിക്കൂർ കൂടി കഴിയുമ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് വരികയാണ്. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വളരെ ദയനീയമായ ഒരു അവസ്ഥയും കൂടി ഉടലെടുക്കുകയുണ്ടായി. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഏകദേശം 20,000-ഓളം വരുന്ന ഉദ്യോഗസ്ഥരുടെ വോട്ടവകാശം നിഷേധിക്കപ്പെടുകയുണ്ടായി. ഹൈക്കോടതിക്ക് കടുത്ത നടപടിയിലൂടെ ആ വോട്ടവകാശം നടപ്പിലാക്കാമായിരുന്നു. എന്തുകൊണ്ടോ അത് നടന്നില്ല. നാം ഒന്ന് വ്യക്തമായി പറയുകയാണ്, നീതിപീഠത്തിന് മുകളിലാണ് ജനാധിപത്യമെന്നും ജനാധിപത്യം നിലകൊള്ളുന്നതുകൊണ്ടാണ് നീതിപീഠം നീതിയുടെ തലത്തിൽ ആ ചെയറിൽ പ്രവർത്തിക്കുന്നതെന്നും ജനാധിപത്യം ഇല്ല എങ്കിൽ നീതിപീഠം രാജകീയ നീതിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കേണ്ടി വരുമെന്നും രാജകീയ നീതി എന്നുള്ളത് ഒരു വ്യക്തിയുടെയും വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള സമൂഹത്തിൻ്റെയും നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് മാത്രം പ്രവർത്തിക്കുന്നതാണെന്നും ആ രാജകീയ നീതി കുതിരയുടെ നല്ല സ്വഭാവം ആനയിൽ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നതും ചിലപ്പോൾ ആനയുടെ നല്ല സ്വഭാവം കുതിരയിൽ നടപ്പിലാക്കിക്കൂടെ എന്നുള്ള ചോദ്യവും രാജകീയ നീതിയുടെ ഭാഗമാണെന്നും അല്പം കൂടി ലളിതമായി പറഞ്ഞാൽ, റെസ്ലിംഗ് കളത്തിൽ ഇടിക്കുന്ന ഒരു വ്യക്തിയെ ട്രാക്കിൽ കൊണ്ട് നിർത്തിയിട്ട് എന്തുകൊണ്ട് ഉസൈൻ ബോൾട്ടിൻ്റെ കൂട്ട് വേഗതയിൽ നിന്ന് ഓടിക്കൂടെ എന്ന് ചോദിക്കുന്നതും രാജകീയ നീതിയുടെ ഭാഗമാണെന്നും. ഇതിനേക്കാൾ ലളിതമായ ഒരു ഉദാഹരണം രാജകീയ നീതിയെക്കുറിച്ച് പറയുവാൻ എനിക്കറിയില്ല. എന്തു തന്നെയായാലും ലോകത്തിലെ ഏറ്റവും മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മൂല്യം അടിസ്ഥാനപരമായ അവകാശമാണ് ഒരു പൗരൻ്റെ വോട്ടിംഗ് എന്ന് പറയുന്നത്. ആ വോട്ടവകാശം നിഷേധിക്കപ്പെട്ടത് വളരെ തെറ്റ് തന്നെയാണ്. ആ ജനാധിപത്യത്തെ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കടുത്ത നടപടിയിലൂടെ ഹൈക്കോടതിക്ക് 10,000-കണക്കിന് ഉദ്യോഗസ്ഥരുടെ വോട്ടവകാശം നടപ്പിലാക്കാമായിരുന്നു. ആ വോട്ടവകാശം നടപ്പിലാക്കാൻ കഴിയാഞ്ഞത് നീതിക്ക് നിരക്കാത്ത ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. വിമർശനാത്മകമായിട്ടല്ല ഈ വിഷയത്തെ പ്രതിപാദിക്കുന്നതെന്നും ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാസങ്ങളോളം വോട്ടവകാശമുള്ള ഓരോ വ്യക്തികളും വോട്ട് ചെയ്യണം എന്ന് ബോധവൽക്കരണം നടത്തുകയും പരസ്യം നടത്തുകയും ചെയ്തിട്ട് വോട്ടവകാശമുള്ള 10,000-കണക്കിന് ഉദ്യോഗസ്ഥരുടെ വോട്ടവകാശം നിഷേധിക്കപ്പെട്ടത് ജനാധിപത്യത്തിന് നിരക്കാത്ത തെറ്റ് തന്നെയാണ്. നീതിപീഠത്തിന് മുകളിലാണ് ജനാധിപത്യമെങ്കിലും ആ ജനാധിപത്യത്തെ നടപ്പിലാക്കുന്നതിന് വേണ്ടി, ആ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട്, അതിനെ ബലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഹൈക്കോടതി ജനാധിപത്യത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് കയറിയായിരുന്നുവെങ്കിൽ കടുത്ത നടപടിയിലൂടെ ആ 20,000-ഓളം വരുന്ന ഉദ്യോഗസ്ഥരുടെ വോട്ടവകാശം നടപ്പിലാക്കാമായിരുന്നു. നമസ്തേ.